കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു സേമിയ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പാൽ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. കട്ടയില്ലാതെ ഒന്ന് കലക്കി കൊടുക്കാം. ഇനി ഈ കലക്കിയ കസ്റ്റേർഡ് ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം എനിക്ക് വേണ്ടത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവെക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തേ ഇരിക്കാം. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് പേപ്പറിൻ്റെ കപ്പ് കേക്കിൻ്റെ മോൾഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് സൈഡിലെല്ലാം ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ഫുള്ളും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഞാനെല്ലാം കപ്പ് മോൾഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്കും വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ചെറിയ പാത്രത്തിൽ ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഇത് കപ്പ് മോൾഡിലായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതുപോലെ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പേപ്പറൊന്ന് കളഞ്ഞാൽ മതിയാവും. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഇതുപോലെ കിട്ടും. ഇങ്ങനെ നമുക്കെല്ലാം എടുത്ത് വെക്കാം. ഞാനെല്ലാം പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കസ്റ്റേർഡ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട്
ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓരോ ചെറിയങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് മുകളിലിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമുക്ക് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.